പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതത്തെ കൂടെ കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത വചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 11-ാം വാക്യം. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരു പുരുഷൻ തിരുമനസ്സിലെ രാജ്യത്തുണ്ട്. തിരുമേനിയുടെ അപ്പൻ്റെ കാലത്ത് പ്രകാശവും ബുദ്ധിയും ദേവന്മാരുടെ ജ്ഞാനം പോലെയുള്ള ജ്ഞാനവും അവനിൽ ഞങ്ങൾ കണ്ടിരുന്നു. There is a man in thy kingdom in whom is the spirit of the holy gods. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സംഭവം അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞത് മറ്റാരുമല്ല, ബാബിലോന്യ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന അവസാനത്തെ രാജാവായ ബെൽഷസ്സർ രാജാവിൻ്റെ ഭാര്യ രാജാവിനോട് പറഞ്ഞതായ ഒരു കാര്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ബാബിലോന്യ സാമ്രാജ്യത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ആ രാജ്യം പിളർന്ന്, ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ആ ബാബിലോന്യ സാമ്രാജ്യത്തെ പിളർത്തി മേദ്യർക്കും പാർസ്യർക്കും ദൈവം വിഭാഗിച്ചു കൊടുത്ത ഒരു രാത്രി. ആ രാത്രിയുടെ തലേ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ബാബിലോന്യ സാമ്രാജ്യത്തിൽ ഒരു ഭയങ്കര ഭയത്തെ കൊണ്ടുവന്നു, വ്യാകുലത്തെ കൊണ്ടുവന്നു. രാജാവ് വീഞ്ഞശാലയിൽ മദ്യപിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഭിത്തിയിൽ കൈതൊടാതെ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു വിരൽ കൊണ്ട് ചില വാചകങ്ങൾ എഴുതി, മെനെ മെനെ തെക്കേലു ഫാർസീൻ. അതിൻ്റെ അർത്ഥം രാജാവിന് മനസ്സിലായില്ല. ആ വാക്കുകൾ നിമിത്തം കൈതൊടാതെ എഴുതിയതായ വാക്കുകളായതുകൊണ്ട് എന്താണതെന്ന് വായിക്കാനും ഗ്രഹിക്കാൻ രാജാവിന് കഴിഞ്ഞില്ല. താൻ ഭയവിഹുലനായി വ്യാകുലപ്പെട്ടു. പെട്ടെന്ന് തൻ്റെ ഹൃദയം തകരുന്നത് പോലെ തോന്നി. വിവരമറിഞ്ഞതായ പ്രജകളൊക്കെയും ഓടിക്കൂടി. കൊട്ടാരത്തിൽ വലിയ ബഹളം. രാജാവിന് എന്ത് സംഭവിച്ചെന്നറിയാതെ വിവരമറിഞ്ഞ് രാജ്ഞി ഭോജനശാലയിലേക്ക് ഓടി വന്ന് നോക്കിയപ്പോൾ രാജാവിൻ്റെ മനസ്സ് കലങ്ങി, മുഖഭാവം മാറി. എന്തോ സംഭവിക്കുന്നു, ഭയം തന്നിൽ കൂടിയിരിക്കുന്നു എന്ന് മനസ്സിലായി. രാജ്ഞി തന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായ വാക്കാണ്, രാജാവേ, മുഖഭാവം മാറരുത്, വ്യാകുലപ്പെടരുത്, ശാന്തനാകുക. നീ ഭയപ്പെടുന്നതായ കാര്യങ്ങൾ, ഭിത്തിയിൽ എഴുതിയിരിക്കുന്നതായ കാര്യങ്ങൾ നിന്നെ മനസ്സിലാക്കി തരുവാൻ ദൈവത്തിൻ്റെ ജ്ഞാനമുള്ള ആത്മാവുള്ള ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്തുണ്ട്. നിന്റെ പിതാവ് അപ്പനായ നെബൂഖദ്നേസർ രാജാവ് ജെറുസലേമിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന രാജസന്നിധിയിലായിരിക്കുന്ന ബാലന്മാരിൽ ചിലരിൽ ഒരാളായ ദാനിയേൽ പ്രവാചകൻ, അവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ഞങ്ങൾ കണ്ടിരിക്കുന്നു. Praise the Lord. There is a man in our kingdom having the spirit of God. ദൈവത്തിൻ്റെ ആത്മാവുള്ളതായ ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതായ വസ്തുത കേട്ടപ്പോൾ രാജാവിന് സന്തോഷം തോന്നി. കൊണ്ടുവരട്ടെ അവനെ. ദാനിയേൽ രാജസന്നിധിയിൽ വന്നു. അനേക സമ്മാനങ്ങൾ രാജാവ് ദാനിയേലിന് വെച്ച് നീട്ടി കാര്യങ്ങൾ അറിയിക്കുവാൻ. ദാനിയേൽ പറഞ്ഞതായ വാചകം, രാജാവേ, സമ്മാനങ്ങളും ദാനങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം രാജാവിന് തന്നെ ഇരിക്കട്ടെ. എന്നെ ഏൽപ്പിച്ച ജോലി ഈ രാജ്യത്തിന് മേൽ വരുന്നതായ അനർത്ഥങ്ങളെ അറിയിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനെയും വിവേകത്തെയും എന്നിൽ ഊറ്റിയിരിക്കുന്നതായി താങ്കൾ ഗ്രഹിച്ചാലും. സംഗതി പറഞ്ഞു, രാജാവേ, വളരെ പ്രശ്നബാധിതമായ ഒരു സമയത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ രാജാവിൻ്റെ കയ്യിൽ നിന്നും രാജ്യത്വം എടുത്തു മാറ്റി അത്യുന്നതനായി ദൈവം മേദ്യർക്കും പാർസ്യർക്കും വിഭാഗിച്ചു കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞു കഥ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വാക്കുകൾ പറഞ്ഞ ഉടനെ തന്നെ അന്ന് രാത്രി ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. രാജഭരണം, രാജ്യത്വം, ആ ദേശത്തിലെ കൊട്ടാരത്തിൻ്റെ ചുമതലകളെല്ലാം മേദ്യനായ ദാര്യാവേശ് വന്ന് ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നമുക്കായി വച്ചിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഒരു രാജ്യത്തിൻ്റെ രക്ഷ ആ ദേശത്തുള്ളതായ ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്. അവരെ ദൈവമാക്കിയിരിക്കുന്നതിനാൽ ആ ദേശത്തിന്മേൽ വരുന്ന അനർത്ഥങ്ങളെയും ഉയർച്ചകളെയും താഴ്ചകളെയും കോട്ടങ്ങളും ശത്രുത അല്ലെങ്കിൽ ശത്രുക്കളുടെ ഗമനങ്ങളെയും ഒക്കെ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ ദൈവം ചില ദിവ്യ ആത്മാവിനാൽ നിറച്ച് ഓരോ രാജ്യങ്ങളിലും ചില ഭക്തന്മാരെ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മെ അതിശയിപ്പിക്കുന്നതായ ഒരു കാര്യമുണ്ട്. ദൈവം ബെൽഷസ്സർ രാജാവിനോട് അറിയിക്കുവാനുള്ള ഒരു സന്ദേശമായിരുന്നു അതെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട്
ബെൽഷസ്സർ രാജാവിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ കൊടുത്തില്ല. എന്നാൽ അങ്ങനെയല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. അത്യുന്നതനായ ദൈവം രാജ്യത്വത്തിന്മേലും ഭരണത്തിന്മേലും കൈകടത്തുമ്പോൾ അത് അവരെ നേരിട്ട് അറിയിക്കുകയല്ല. ആ ദേശത്ത് പ്രാർത്ഥിക്കുന്ന ചില ദൈവമക്കളുണ്ട്, ചില ഭക്തന്മാരുണ്ട്, ചില പ്രവാചകന്മാരുണ്ട്, ദൈവിക സന്ദേശങ്ങളെ കൈകാര്യം ചെയ്യുന്നതായ ചില അതിവിശുദ്ധന്മാർ ആ ദേശത്തുണ്ട് എന്നുള്ളതായ വിവരം രാജ്യത്വത്തെയും രാജാക്കന്മാരെയും രാജസന്തതികളെയും രാജപ്രജകളെയും അറിയിക്കുവാൻ ദൈവത്തിന് ചില കടപ്പാടുണ്ട്. അതാണ് സംഭവിച്ചത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുവാനുള്ളതായ സന്ദേശം, ദാനിയേൽ പ്രവാചകൻ തൻ്റെ പുസ്തകം എഴുതി തീർക്കുമ്പോൾ 12-ാം അധ്യായം 3-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ എഴുതുന്നു: എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതുകയാണ്. ദൈവം നിന്നെ ആക്കിയിരിക്കുന്നതായ സ്ഥാനങ്ങളിൽ നീ പലരെയും നീതിയിലേക്ക് നയിക്കുന്നവനാണെങ്കിൽ, ബുദ്ധി നിന്നെ ദൈവം തന്നതായ ജ്ഞാനത്തെയും വിവേകത്തെയും നീ ആയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ആ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ഭരണത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, ആ വാഴ്ചയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതാണെങ്കിൽ, ദൈവത്തിനുള്ളതായ ആലോചന സമയാനുസമയം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അറിയിക്കുന്നതായ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണെങ്കിൽ, നിന്റെ സ്ഥാനം എന്നും എന്നേക്കും സ്ഥിരപ്പെട്ടിരിക്കും. ഒരു ശത്രുവിനും നിന്നെ തൊടുവാൻ കഴിയുകയില്ല. കാരണം നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് പലപ്പോഴും ദാനിയേലിനെ കൊല്ലുവാൻ പദ്ധതിയിട്ടതാണ്. എങ്കിലും ദൈവം ദാനിയേലിനെ അവിടെ നിലനിർത്തി. അവിടുത്തെ കൊട്ടാരത്തിലെ പ്രധാനിയാക്കി കൊണ്ടുവന്നു. നെബൂഖദ്നേസർ രാജാവിൻ്റെ മരണശേഷം ബെൽഷസ്സർ രാജാവ് ഭരണം ഏറ്റെടുത്തപ്പോഴും രാജകൊട്ടാരത്തിലെ പ്രധാനിയായി ദാനിയേൽ വാണു. എന്നാൽ ബാബിലോന്യ സാമ്രാജ്യം വിഭജിക്കപ്പെട്ട് മേദ്യർക്കും പാർസ്യർക്കും ദൈവം വിഭാഗിച്ചു കൊടുത്തപ്പോഴും അവിടെയും ദൈവം ഫിനാൻസ് മിനിസ്റ്ററായി മേദ്യനായ ദാര്യാവേശ് ആദ്യമായി ദാനിയേലിനെ മന്ത്രിയാക്കി. ആ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് ദാനിയേൽ പറയുന്നത്, നിന്റെ കരങ്ങൾ വിശുദ്ധമാണെങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനകൾ സമ്മാനങ്ങൾക്ക് വേണ്ടിയും അനേക പ്രലോഭനങ്ങൾക്ക് വേണ്ടിയും കോർട്ടിക്കളയുന്നവനല്ല നീ എങ്കിൽ, ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, ദൈവം തന്നിരിക്കുന്ന ആത്മാവുള്ളവനെന്ന് ആ രാജ്യത്തിൽ ദൈവം തന്നെ ഒരു പ്രസിദ്ധീകരണം നടത്തും. മാത്രമല്ല, എന്നും എന്നേക്കും നിലനിൽക്കുന്നതായ ഒരു സ്ഥിരത്വം നിനക്കുണ്ടാകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാമും നമ്മുടെ തലമുറകളും ആക്കപ്പെടുന്നതായ സ്ഥാനത്ത് കഷ്ടങ്ങളിലായിരിക്കാം, ചിലപ്പോൾ പ്രയാസങ്ങളിലായിരിക്കാം, ദുർഘടങ്ങളുടെ മുഖത്തായിരിക്കാം, പല ദേശങ്ങളിലായിരിക്കാം, രാജ്യത്തായിരിക്കാം. അനേക ഇടങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടാക്കുമ്പോൾ അനേകരെ നീതിയിലേക്ക് നയിക്കുന്നതായ ആത്മാവുള്ള ഒരു പുരുഷനാണ് നമ്മളെങ്കിൽ, നമ്മുടെ തലമുറകൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ, അവർ കൈവയ്ക്കുന്ന ദേശത്തെല്ലാം ദൈവം അവരെ അവിടെ പ്രധാനികളാക്കും, അവരെ ഉയർത്തും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിന് അത് ചെയ്തേ മതിയാകും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വസിപ്പിക്കുമാറാക്കുന്നത് അവരുടെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, സമ്മാനങ്ങൾക്ക് വേണ്ടി കൈനീട്ടുവാനും പ്രലോഭനങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഉയർച്ച വേണ്ടിയും പ്രമോഷന് വേണ്ടിയും ദൈവത്തിൻ്റെ വചനങ്ങളെയും ദൈവത്തിൻ്റെ ആലോചനകളെയും കോട്ടിക്കളയുന്നവരായിട്ടല്ല. നല്ല ചങ്കൂറ്റത്തോടെ ദാനിയേൽ പറഞ്ഞതായ ആ വാക്ക് ഒരു രാജാവിനോട് പറയാണ്, ഈ രാത്രിയിൽ നീ കൊല്ലപ്പെടും, നിന്റെ രാജ്യത്വം ദൈവം വിഭാഗിച്ച് മേദ്യർക്കും പാർസ്യർക്കും വിഭാഗിച്ചു കൊടുത്തിരിക്കുന്നു. രാജ്യത്വത്തിൻ്റെ ആ ചരിത്രങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ അപ്പോൾ തന്നെ ഈർച്ചവാളാൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ കഴുത്ത് വെട്ടുവാൻ കൽപ്പനയിടുകയോ വേണം, ദാനിയേലിനെ ജീവനോടെ വെച്ചേക്കരുതായിരുന്നു. പക്ഷേ ദാനിയേലിനെ സംബന്ധിച്ചോളം അതല്ല വിഷയം. സിംഹക്കൂട്ടിൽ നിന്നും എരിയുന്ന തീച്ചൂടയിൽ നിന്നും ഒക്കെ വിടിവിച്ചു കൊണ്ടുവന്നവനായ ദൈവം സത്യം സംസാരിക്കുവാനും ദൈവത്തെ വിട്ട് വേറെ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുവാൻ പാടില്ല എന്നുള്ള കർശന നിയമം തൻ്റെ ജീവിതത്തിൽ കൂടെ പരിപാലിച്ചു കൊണ്ടിരുന്ന ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയും മാനവും സമ്മാനങ്ങളും അല്ല വലുത്. ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പദ്ധതിയാണ് വലുത്. ഇന്ന് ഈ പകൽക്കാലം, ഈ പ്രഭാതത്തിൽ നമ്മുടെ തലമുറകളും നാമുമൊക്കെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദാനിയേൽ പ്രവാചകനെ പോലെ ഒരു സ്വഭാവമുള്ളവരാണെങ്കിൽ, നമ്മെക്കുറിച്ചൊരു വാക്കുണ്ട്, ദർ ഈസ് എ മാൻ ഇൻ ദ കിങ്ഡം. നമ്മുടെ ദേശത്തൊരു മനുഷ്യനുണ്ട്, അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു.